ഹായ്, ഞാൻ അഡ്വക്കേറ്റ് അശ്വിൻ രാജീവ് ആൻഡ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ 1973 പറ്റിയിട്ടൊരു ക്ലാസ് എടുക്കാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ദ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ നിങ്ങളെല്ലാവരും ഓമന പേരിട്ട് വിളിക്കുന്ന CRPC, എവിടെയെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ CRPCയെ പറ്റി കേട്ടിട്ടില്ലാത്ത ആൾക്കാർ വളരെ ചുരുക്കമാണ്. കാരണം കൂടുതലും പോലീസ് ഉദ്യോഗസ്ഥരും അഭിഭാഷകരും പൊളിറ്റീഷ്യൻസും സാമൂഹിക നിരീക്ഷകരും മാധ്യമപ്രവർത്തകരും അങ്ങനെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പീസ് ഓഫ് ലെജിസ്ലേഷൻ അല്ലെങ്കിൽ ഒരു നിയമമാണ് എന്താ? കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ അല്ലെങ്കിൽ CRPC. അപ്പോൾ ഞാൻ മുന്നേ ഉള്ള പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുള്ളതുപോലെ CRPC എന്ന് നമ്മൾ പറഞ്ഞു നിർത്തരുത്. CRPC ആക്ട് ഓഫ് 1973 അങ്ങനെ തന്നെ നമ്മൾ പറയണം. എന്നാൽ മാത്രമേ അതിനൊരു പൂർണ്ണത വരത്തുള്ളൂ. എപ്പോൾ നമ്മൾ CRPC എന്ന് പറഞ്ഞാലും അതിൻ്റെ ഇയർ പറയുക. അങ്ങനെ പറയുന്ന സമയത്ത് ഒരിക്കലും ഏത് വർഷത്തിലാണ് ആ ആക്ട് ഇനാക്ട് ചെയ്തതെന്ന് നമ്മൾ മറക്കത്തുമില്ല. ആൻഡ് ദാറ്റ് ഈസ് ദി നെയിം ഓഫ് ദി സ്റ്റാറ്റ്യൂട്ട്. ആ സ്റ്റാറ്റ്യൂട്ടിന് നമുക്കൊക്കെ നമ്മുടെ അച്ഛനമ്മമാരിടുന്ന പേര് പൂർണ്ണമായും നമ്മൾ ദ ഫുൾ നെയിം നമ്മൾ പറയുന്നത് പോലെ ഒരു ആക്ടിൻ്റെ പൂർണ്ണമായിട്ടുള്ള അതിൻ്റെ ഫുൾ നെയിം അല്ലെങ്കിൽ ദ ഹോൾ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ആ ആക്ട് ഇനാക്ട് ചെയ്ത വർഷവും കൂടെ നമ്മൾ പറയുമ്പോഴാണ്. അപ്പോൾ ദ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ ഓഫ് 1973 അതിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ എന്താണ്? സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ക്രിമിനൽ നിയമങ്ങൾ, ആ ക്രിമിനൽ നിയമങ്ങളെ അതിനെ താങ്ങി നിർത്തുന്ന ഒരു ഫൗണ്ടേഷണൽ സ്റ്റോണായിട്ട് നമുക്ക് വേണമെങ്കിൽ CRPCയെ പറയാം. അതെന്തുകൊണ്ട് എന്ന് നമ്മളിനി വഴിയെ പോകുന്ന രീതിക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. CRPC ഞാൻ പറഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ നിയമങ്ങളുടെ ടൈപ്സ് അല്ലെങ്കിൽ എത്ര തരം നിയമങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാൽ മാത്രമേ CRPC എന്താണെന്നും CRPCയുടെ പ്രയോജനം ആൻഡ് അതിൻ്റെ ഇൻറ്റൻഡഡ് പർപ്പസ് എന്താണെന്നും നമുക്ക് മനസ്സിലാവും. അപ്പോൾ നിയമങ്ങളെ നമുക്ക് രണ്ടായി തിരിക്കാം: സബ്സ്റ്റാൻറ്റീവ് ലോയും പ്രൊസീജിയറൽ ലോയും. എന്താണ് സബ്സ്റ്റാൻറ്റീവ് ലോ? എന്താണ് പ്രൊസീജിയറൽ ലോ? സബ്സ്റ്റാൻറ്റീവ് നിയമങ്ങൾ അല്ലെങ്കിൽ സബ്സ്റ്റാൻറ്റീവ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിയമം നമ്മൾ ഉണ്ടാക്കുന്നു, ആ നിയമത്തിൻ്റെ ഇൻറ്റൻഡഡ് പർപ്പസ് അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്കം, ആ ഔട്ട്കമ്മിന് വേണ്ടി അല്ലെങ്കിൽ ആ ഔട്ട്കം അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊണ്ടുവരുന്ന ഹാർഡ് കോർ ഫൗണ്ടേഷണൽ പ്രൊവിഷനാണ് എന്ത്? സബ്സ്റ്റാൻറ്റീവ് ലോ. അപ്പോൾ ഞാൻ ഈ മൂന്നാല് കടുകട്ടി വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ എന്തിനാണെന്നറിയോ? ഈ ടേംസൊക്കെ നിങ്ങൾക്ക് ഫെമിലിയറൈസ് ആവാൻ വേണ്ടിയിട്ട്. ഒരു സിമ്പിൾ ഉദാഹരണം വെച്ച് പറഞ്ഞുതരാം. പുകവലി നിരോധന നിയമം, ദ പ്രിവെൻഷൻ ഓർ ദ പ്രൊഹിബിഷൻ ഓഫ് സ്മോക്കിംഗ് ആക്ട്. ഇതിൽ നിലവിലുള്ള ഒരു നിയമമല്ല, ഞാനിപ്പോൾ കൊണ്ടുവന്ന ഒരു പുതിയ നിയമമായിട്ട് കരുതിക്കോ. ആൾക്കാർ പുകവലിക്കുന്നത് തടയാനായിട്ട് ഞാൻ കൊണ്ടുവന്ന ഒരു പുതിയ നിയമമാണ് ദ പ്രിവെൻഷൻ ഓഫ് സ്മോക്കിംഗ് ആക്ട് അല്ലെങ്കിൽ ദ പ്രൊഹിബിഷൻ ഓഫ് സ്മോക്കിംഗ് ആക്ട്. ഈ നിയമത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പുകവലിക്കുന്നതും പുകവലിക്കാൻ പ്രേരിപ്പിക്കുന്നതും കുറ്റാർഹമാണ് എന്ന് ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. പുകവലിക്കുന്നയാൾക്ക് എത്ര വർഷം ശിക്ഷ കൊടുക്കാം അല്ലെങ്കിൽ എത്ര രൂപ ഫൈന് കൊടുക്കാം എന്നും പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ക്രിമിനൽ ഒഫൻസുകളെയും ആ ഒഫൻസുകളുടെ പണിഷ്മെൻറ്റുകളെയും പറ്റിപ്പറയുന്ന ആക്റ്റുകൾ അല്ലെങ്കിൽ പറ്റിപ്പറയുന്ന ലോസ്, അവയാണ് നമ്മൾ സബ്സ്റ്റാൻറ്റീവ് ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ സബ്സ്റ്റാൻറ്റീവ് ലോസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ക്രിമിനൽ ഒഫൻസ് ആൻഡ് ഇറ്റ്സ് പണിഷ്മെൻറ്റ്, അതിനെപ്പറ്റി പറയുന്ന നിയമങ്ങളെയാണ് നമ്മൾ സബ്സ്റ്റാൻറ്റീവ് ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ക്രിമിനൽ നിയമങ്ങളെയും അല്ലെങ്കിൽ ക്രിമിനൽ കുറ്റകൃത്യങ്ങളെയും അവയുടെ പണിഷ്മെൻറ്റുകളെയും പറ്റി പറയുന്ന ഒരു നിയമം നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. എന്താ? ഇന്ത്യൻ പീനൽ കോഡ്, IPC സെക്ഷൻ 302, IPC സെക്ഷൻ 376, അതാ ഇതാ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ പറയുന്ന സ്റ്റാറ്റ്യൂട്ട് ഏതാ? IPC. അപ്പോൾ IPCയിൽ എന്താ പറയുന്നത്? ക്രിമിനൽ കുറ്റകൃത്യങ്ങളും ക്രിമിനൽ ഒഫൻസസ് ആൻഡ് ദെയർ പണിഷ്മെൻറ്റ്, അതിൻ്റെ എന്താ ആ കുറ്റകൃത്യങ്ങളുടെ ശിക്ഷകളും ഇവ പറയുന്ന അല്ലെങ്കിൽ ഇവ ഡിസ്കസ് ചെയ്യുന്ന ഒരു നിയമമാണ് IPC. അപ്പോൾ IPC എന്ത് നിയമമാണ്? സബ്സ്റ്റാൻറ്റീവ് ലോ. എന്തുകൊണ്ട്? ബിക്കോസ് ഇറ്റ് പ്രിസ്ക്രൈബ്സ് ഫോർ
ക്രിമിനൽ ഒഫൻസസ്, ക്രിമിനൽ ഒഫൻസുകളും ആൻഡ് ഇറ്റ്സ് പണിഷ്മെൻറ്റ്, അതിൻ്റെ ശിക്ഷകൾ. ഇനി നമ്മളിപ്പോൾ പഠിക്കുന്നത് എന്താ? CRPC, കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ. കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഒരു പ്രൊസീജിയറൽ ലോ ആണ്. എന്താണ് പ്രൊസീജിയറൽ ലോ? സബ്സ്റ്റാൻറ്റീവ് ലോയിൽ ഞാൻ പറഞ്ഞു ഒരു ക്രിമിനൽ കുറ്റകൃത്യവും ആ കുറ്റകൃത്യത്തിൻ്റെ ശിക്ഷയും പറ്റി പറയുന്നുണ്ട്. പ്രൊസീജിയറൽ ലോയിൽ ഈ പറയുന്ന കുറ്റകൃത്യം ചെയ്ത ഒരു കുറ്റവാളിക്ക് ആ ശിക്ഷ എങ്ങനെ വാങ്ങിക്കൊടുക്കാം, ആ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിനുള്ള പ്രൊസീജിയേഴ്സ്, ഇതിനെപ്പറ്റി പറയുന്നതാണ് എന്ത്? പ്രൊസീജിയറൽ ലോ. അപ്പോൾ നമ്മുടെ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ ഓഫ് 1973, അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട് എന്താ? കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ എന്ന്. അതൊരു പ്രൊസീജിയറൽ ലോ ആണ്. അപ്പോൾ ദ നെക്സ്റ്റ് ടൈം വെൻ സംബഡി ആസ്ക് എന്താണ് ഒരു സബ്സ്റ്റാൻറ്റീവ് ലോയും പ്രൊസീജിയറൽ ലോയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോൾ പേരിലുണ്ടല്ലോ പ്രൊസീജിയറൽ ലോ ആണെന്ന്, അതിൻ്റെ പേരിലില്ല, അതുകൊണ്ട് അത് സബ്സ്റ്റാൻറ്റീവ് ലോ എന്ന് പറയരുത്. എന്താ സബ്സ്റ്റാൻറ്റീവ് ലോ എന്നും എന്താ പ്രൊസീജിയറൽ ലോ എന്നും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുക്കുക. സബ്സ്റ്റാൻറ്റീവ് ലോയിൽ എന്ത് പറയുന്നു? ക്രിമിനൽ ഒഫൻസുകളെയും അവയുടെ പണിഷ്മെൻറ്റുകളെയും പറ്റി സബ്സ്റ്റാൻറ്റീവ് ലോയിൽ പറയുന്നു. പ്രൊസീജിയറൽ ലോയിൽ എന്ത് പറയുന്നു? എങ്ങനെയാണ് കുറ്റകൃത്യം ചെയ്ത ഒരു കുറ്റവാളിക്ക് ആ കുറ്റകൃത്യത്തിനുള്ള ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നത് എന്ന് എൻലിസ്റ്റ് ചെയ്തിട്ടുള്ള എ സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ്, അവ എന്തിൽ പറയുന്നു? പ്രൊസീജിയറൽ ലോയിൽ പറയുന്നു. അപ്പോൾ CRPC ഒരു പ്രൊസീജിയറൽ ലോ ആണ്. അപ്പോൾ 1973 CRPC എനാക്ട് ചെയ്തത്. എങ്കിലും ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിത BNS, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, പിന്നെ ഇന്ത്യൻ എവിഡൻസ് ആക്റ്റിലും ഒരു അമെൻമെൻറ്റ് ബില്ല് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 3 പുതിയ പാർലമെൻ്ററി ബിൽസ് വഴി നമ്മുടെ IPC, CRPC, പിന്നെ ഇന്ത്യൻ എവിഡൻസ് ആക്ട്, ഈ 3 നിയമങ്ങളും അമെൻഡ് ചെയ്യാനായിട്ടാണ് 2023 പാർലമെൻറ്റിൽ ഒരു ബില്ല് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം നമ്മൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുന്ന സമയത്ത് ഈ ബില്ല് പാസ്സായി കഴിഞ്ഞാൽ ഒരുപാട് അമെൻമെൻറ്റ്സ്, മാറ്റങ്ങൾ ഈ പറഞ്ഞ 3 സ്റ്റാറ്റ്യൂട്ടുകളിലും വരും. IPCയിലായാലും CRPCയിലായാലും ഇന്ത്യൻ എവിഡൻസ് ആക്റ്റിലായാലും വരും. പക്ഷേ നമ്മളിപ്പോൾ പഠിക്കുന്നത് ഇതിൻ്റെ ക്രക്സ് ആൻഡ് ഫൗണ്ടേഷനാണ്, ഇതിൻ്റെ ബേസിക് നോളജാണ്. ഒരിക്കലും ആ വരുന്ന അമെൻമെൻറ്റ്സ് ഒരു പരിധിയിൽ കൂടുതൽ നിങ്ങളുടെ ഈ പ്രിപ്പറേഷനെ അഫക്റ്റ് ചെയ്യില്ല. ഇനി അഥവാ അഫക്റ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള അമെൻമെൻറ്റ്സ് ആണ് വരുന്നതെങ്കിൽ വിൽ കോപ്പ് അപ്പ് വിത്ത് ഇറ്റ്. നമ്മൾ എന്തൊക്കെയാണ് അമെൻമെൻറ്റ്സ് എന്നും അതിന് ചൂടെ കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്താണെന്നും നമ്മൾ വേറെ നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്യുന്നതിന്. കാരണം CRPC നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ഫൗണ്ടേഷൻ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഇനി എത്രമാത്രം അമെൻമെൻറ്റ്സ് കൊണ്ടുവന്നാലും വലിയ പ്രശ്നങ്ങളൊന്നും വരാൻ പോകുന്നില്ല. കാരണം അതിൻ്റെ സെക്ഷൻസ് അല്ലേ മാറുന്നുള്ളൂ. നിങ്ങൾ ആസ് എ ഹോൾ സെക്ഷൻസ് പഠിക്കുന്നില്ല, അത് ആവശ്യമില്ല. ഈ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ പ്രിപ്പറേഷന് ദ ഹോൾ സെക്ഷൻസ് പഠിക്കേണ്ട ആവശ്യമില്ല. ലീഗൽ പ്രിൻസിപ്പിൾസ് എന്താണ്, അതിൽ ഫൗണ്ടേഷനായിട്ട് നമ്മൾ നോക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. സോ അതിനെ പറ്റിയിട്ട് നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഐ ജസ്റ്റ് ഇൻഫോംഡ് യു, അങ്ങനെ ഒരു അമെൻമെൻറ്റ് ബില്ല് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇൻ ദ റീസെൻറ്റ് ടൈംസ് CRPCയുടെ പേര് മാറാൻ വരെ സാധ്യതയുണ്ട്. പേര് മാറാൻ സാധ്യതയുണ്ടെന്നല്ല, പേര് ഉറപ്പായും മാറും. പക്ഷേ ഇറ്റ്സ് ഓൺലി എ മാറ്റർ ഓഫ് ടൈം. എന്നാണ് ആ ബില്ല് നിലവിൽ വരുന്നത്, അത് ബില്ല് പാസ്സായി ഒപ്പിട്ട് ഒരു ആക്റ്റ് ആവുന്നത് അന്ന് മുതൽ ഈ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ എന്ന പേരുമായി ഭാരതീയ ന്യായ സംഹിത എന്നും ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്നും മാറും. അപ്പം അത് മാറിക്കഴിഞ്ഞാൽ ഒരാൾ ചോദിക്കുമ്പോൾ ഇതിലേതാ പ്രൊസീജിയറൽ ലോ എന്ന് ചോദിക്കുമ്പോൾ ദ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഇത്തിരി വേർക്കും. അതുകൊണ്ട് ദ നെക്സ്റ്റ് ടൈം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ദ നെക്സ്റ്റ് ടൈം സംബഡി ആസ്ക് യു എന്താണ് സബ്സ്റ്റാൻറ്റീവ് ലോ, എന്താണ് പ്രൊസീജിയറൽ ലോ, നന്നായി പറഞ്ഞു കൊടുക്കുക. ഇനി സബ്സ്റ്റാൻറ്റീവ് ലോയും പ്രൊസീജിയറൽ ലോയും എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ആൻഡ് അതിൻ്റെ ഒരു ചെറിയ ഡെഫിനിഷൻ നമുക്ക് പഠിക്കാം. എന്താണ് സബ്സ്റ്റാൻറ്റീവ് ലോ? സബ്സ്റ്റാൻറ്റീവ് ലോ ഇസ് ദ ബോഡി ഓഫ് ലോ ദാറ്റ് ഡിഫൈൻസ് ക്രിമിനൽ ഒഫൻസസ് ആൻഡ് ദെയർ പെനാലിറ്റീസ്. പഠിച്ചു കഴിഞ്ഞു, പറഞ്ഞു കഴിഞ്ഞു, മനസ്സിലാക്കി കഴിഞ്ഞു. ആൻഡ് വാട്ട് ഈസ് പ്രൊസീജിയറൽ ലോ? എന്താണ് പ്രൊസീജിയറൽ ലോ? Procedural law is the body of law that governs the ways in which the substantive laws are to be met. അല്ലെങ്കിൽ സിമ്പിളായി പറഞ്ഞാൽ സബ്സ്റ്റാൻറ്റീവ് ലോ എന്ത് പറയുന്നു? സബ്സ്റ്റാൻറ്റീവ് ലോ പ്രിവെൻറ്റ്സ് ഫോർ offenses ആൻഡ് പണിഷ്മെൻറ്റ്. പ്രൊസീജിയറൽ ലോ എന്ത് പറയുന്നു? പ്രൊസീജിയർ ഫോർ മീറ്റിംഗ് ദി ഒഫൻസസ് ആൻഡ് പണിഷ്മെൻറ്റ്. ഇത് തന്നെയാണ് സബ്സ്റ്റാൻറ്റീവ് ലോയും പ്രൊസീജിയറൽ ലോയും തമ്മിലുള്ള ഡിഫറൻസ്. CRPC എന്താ? പ്രൊസീജിയറൽ ലോ ആണ്. ഇനി CRPC ഒരു പ്രൊസീജിയറൽ ലോ ആണ്, അതിൻ്റെ സബ്സ്റ്റാൻറ്റീവ് ലോ ആണ്. IPCയും CRPCയും റൺ ഇൻ ഹാൻഡ്, ഒരുമിച്ച് കൊണ്ടുപോയാൽ മാത്രമേ നമ്മുടെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം മുഴുവനായി വർക്കാവത്തുള്ളൂ. ഓക്കെ, ഇനി
സബ്സ്റ്റാൻറ്റീവ് ലോ എന്ന വാക്കും പ്രൊസീജിയറൽ ലോ എന്ന വാക്കും ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തി. അതുപോലെ 2 ഇമ്പോർട്ടൻ്റ് വാക്കുകളും കൂടെ പരിചയപ്പെടുത്താൻ പോകുന്നു. എന്താ? റിട്രോസ്പെക്റ്റീവും പ്രോസ്പെക്റ്റീവും. ആദ്യം കേൾക്കുന്നൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. 2-3 തവണ നമ്മൾ യൂസ്ഡ് ടു ആയി കഴിഞ്ഞാൽ എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന വാക്കുകളാണ്. എന്താ? റിട്രോസ്പെക്റ്റീവ്, റിട്രോ RETRO, റിട്രോ. പ്രോസ്പെക്റ്റീവ് PRO, പ്രോ. ഈ 2 വാക്കുകൾ ശ്രദ്ധിച്ചാൽ. എന്താ റിട്രോസ്പെക്റ്റീവ്? റിട്രോ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? പഴയത് അല്ലെങ്കിൽ കഴിഞ്ഞത്, ഫ്രം ദ പാസ്റ്റ് എന്നൊരർത്ഥം റിട്രോ എന്ന വാക്കിനുണ്ട്. ഫ്രം ദ പാസ്റ്റ്. ആൻഡ് പ്രോസ് അഥവാ പ്രോ എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴും ഉദ്ദേശിക്കുന്നത് ഒരു പോസിറ്റീവ് അസർഷനാണ്, അഥവാ ഇനിയുള്ള കാര്യം. അപ്പോൾ റിട്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാര്യം, പ്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇനിയുള്ള കാര്യം. ഒരു നിയമം, ജസ്റ്റ് ടേക്ക് ഫോർ എക്സാമ്പിൾ, ഒരു നിയമം ഞാൻ ഇന്ന് നിലവിൽ വരുത്തും. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ദ പ്രൊഹിബിഷൻ ഓഫ് സ്മോക്കിംഗ് ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം ഇന്ന് ഇനാക്ട് ചെയ്ത് ഇന്ന് നിലവിൽ കൊണ്ടുവന്നെന്ന് വിചാരിച്ചു. ഈ നിയമത്തിന് റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഉണ്ട് എങ്കിൽ ഇന്നലെയോ അതിനു മുന്നേ ഉള്ള ദിവസങ്ങളിലോ നടന്ന കാര്യങ്ങളിലും ഈ നിയമം അപ്ലൈ ആകും. അതാണെന്ത്? റിട്രോസ്പെക്റ്റീവ്. റിട്രോ എന്ന് പറഞ്ഞാൽ എന്താ? കഴിഞ്ഞ കാര്യം. അപ്പോൾ ഇന്ന് ഞാൻ ഈ നിയമം കൊണ്ടുവന്നു, പ്രിവെൻഷൻ ഓഫ് സ്മോക്കിംഗ് അല്ലെങ്കിൽ പ്രൊഹിബിഷൻ ഓഫ് സ്മോക്കിംഗ് ആക്ട് എന്ന് പറഞ്ഞ നിയമം ഞാൻ ഇന്ന് കൊണ്ടുവന്നു. ഇന്ന് വൈകിട്ടായപ്പോൾ ഇന്നലെ ഒരാൾ സിഗരറ്റ് വലിക്കുന്ന എവിഡൻസ് കിട്ടി. അങ്ങനെ ഈ ആക്ടിന് റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഉണ്ട് എങ്കിൽ ഇന്നലെ ആ കുറ്റകൃത്യം ചെയ്ത ആൾക്കെതിരെയും ഈ ആക്ട് വഴി എനിക്ക് നടപടി എടുക്കാം. അതാണെന്ത്? റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ്. ഞാനിതൊരു എക്സാമ്പിൾ പറയുന്നതാണ്. ഇനി വരുന്ന സമയത്ത് ക്രിമിനൽ നിയമങ്ങളിൽ റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഉണ്ട് എന്നൊക്കെ ഞാൻ ഡിസ്റ്റിങ്ഷ്ലി പറഞ്ഞു തരാം. പക്ഷേ ഇപ്പോൾ ഫോർ ദ സേക്ക് ഓഫ് ഒരു എക്സാമ്പിൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ ഈ നിയമത്തിന് റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഉണ്ടെങ്കിൽ ഇന്നലെ ചെയ്ത ആ ഒരു കുറ്റത്തിനും അല്ലെങ്കിൽ ആ കുറ്റകൃത്യത്തിലും ഈ നിയമം ആപ്ലിക്കബിൾ ആക്കും. ഇനി പ്രോസ്പെക്റ്റീവ് എഫക്റ്റ് ആണെങ്കിലോ? എന്താ പ്രോസ്പെക്റ്റീവ്? ഞാൻ പറഞ്ഞു, ഇനിയുള്ള കാര്യങ്ങൾ. പ്രോസ്പെക്റ്റീവ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നിയമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നാളെയും അതിനുശേഷം അല്ലെങ്കിൽ നാളെ കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ വരുന്ന കാര്യങ്ങൾ, ആക്ട് ഇൻസിഡൻസ്, അതിൽ മാത്രമേ നമ്മുടെ ഈ നിയമം ആപ്ലിക്കബിൾ ആകത്തുള്ളൂ. അതിനാണ് എന്ത് പറയുന്നത്? പ്രോസ്പെക്റ്റീവ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഈ എക്സാമ്പിൾ പറഞ്ഞത് വെച്ചിട്ട് കൺഫ്യൂസ്ഡ് ആവരുത്. ക്രിമിനൽ നിയമങ്ങളുണ്ടല്ലോ, എപ്പോഴും പണിഷ്മെൻറ്റ് കൊടുക്കും അല്ലേ? ഒരു ക്രിമിനൽ കുറ്റകൃത്യം ചെയ്ത എല്ലാവർക്കും പണിഷ്മെൻറ്റ് കൊടുക്കും. ഫൈന് മാത്രം അല്ലെങ്കിലും പണിഷ്മെൻറ്റ് കൊടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ക്രിമിനൽ നിയമങ്ങളെ നമ്മൾ പീനൽ സ്റ്റാറ്റ്യൂട്ട്സ് എന്നും പറയാറുണ്ട്. PENAL, പീനൽ സ്റ്റാറ്റ്യൂട്ട്സ്. എന്തുകൊണ്ടാണ്? പെനാലിറ്റി ഇമ്പോസ് ചെയ്യുന്നുണ്ട്. ഈ വാക്കുകളൊക്കെ ഇമ്പോർട്ടൻ്റ് വാക്കുകളാണ്. പീനൽ, പെനാലിറ്റി. പെനാലിറ്റി കൊടുക്കുന്ന നിയമങ്ങളെ നമ്മൾ പീനൽ സ്റ്റാറ്റ്യൂട്ട്സ് എന്ന് പറയും. ഒരിക്കലും പീനൽ സ്റ്റാറ്റ്യൂട്ട്സിന് റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഉണ്ടാകില്ല. എന്താ കാരണം? ഇപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഒരു നിയമം ഉണ്ടാക്കി, ഇന്നലെ വരെ എത്ര പേര് കുറ്റം ചെയ്തിട്ടുണ്ടാവും? ഇപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന നിയമം ഒബ്വിയസ്ലി ഒരു പണിഷ്മെൻറ്റ് കൊടുക്കുന്ന നിയമമാണെങ്കിൽ ഇന്നലെ വരെ കുറ്റം ചെയ്ത ആ എല്ലാവരെയും പിടിച്ചകത്തിടേണ്ടി വരും. അല്ലെങ്കിൽ അവരെല്ലാവരെയും കുറ്റക്കാരായി മുദ്ര കുത്തേണ്ടി വരും. അത് ശരിയാണോ? അതുകൊണ്ടാണ് പെനാലിറ്റി ഇമ്പോസ് ചെയ്യുന്ന ക്രിമിനൽ നിയമങ്ങൾ അവയ്ക്ക് റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് കൊടുക്കാത്തത്. അതിനും എക്സെപ്ഷൻസ് ഉണ്ട്. അതിൽ കൂടുതൽ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. എക്സെപ്ഷൻസ് ഉണ്ട്, എല്ലാത്തിനും എക്സെപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ആസ് എ ജനറൽ നമ്മൾ നോക്കുമ്പോൾ ക്രിമിനൽ നിയമങ്ങൾക്ക് റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഇല്ല. സിവിൽ നിയമങ്ങൾക്ക് അങ്ങനെയുള്ള സർട്ടൻ ഫെഡറൽ സ്റ്റാറ്റ്യൂട്ട്സ് അവയ്ക്ക് മാത്രമേ എന്തുള്ളൂ? റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് കൊടുക്കുന്നുള്ളൂ. പ്രോസ്പെക്റ്റീവ് എഫക്റ്റാണ് എപ്പോഴും ക്രിമിനൽ നിയമങ്ങൾക്ക് പ്രോസ്പെക്റ്റീവ് എഫക്റ്റാണ് വരുന്നത്. അതായത് ആ നിയമം ഇനാക്ട് ചെയ്തതിന് ശേഷം മാത്രമേ അതിൻ്റെ ആപ്ലിക്കബിലിറ്റി വരുന്നുള്ളൂ. അപ്പോൾ ഓബിയസ്ലി CRPC എന്താണ്? ഒരു ക്രിമിനൽ നിയമമാണ്. പണിഷ്മെൻറ്റുകളെ പറ്റി പറയുന്ന ഒരു ക്രിമിനൽ നിയമമാണ്. അല്ലെങ്കിൽ IPC എന്ന് പറയുന്ന സബ്സ്റ്റാൻറ്റീവ് നിയമത്തിൽ ഫൗണ്ട് ചെയ്തിട്ടുള്ള ഒരു ക്രിമിനൽ നിയമമാണ്. അതുകൊണ്ട് തന്നെ റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് കാണുമോ? ഇല്ല. CRPCക്ക് എന്ത് എഫക്റ്റേ ഉള്ളൂ? പ്രോസ്പെക്റ്റീവ് എഫക്റ്റേ ഉള്ളൂ. ഒരു MCQ വരുന്ന സമയത്ത് ഈ 2 വാക്കുകളും അടുത്തടുത്തായിരിക്കും കിടക്കുന്നത്. ഓപ്ഷൻ A റിട്രോസ്പെക്റ്റീവ്, ഓപ്ഷൻ B പ്രോസ്പെക്റ്റീവ്. രണ്ടും ഏകദേശം ഒരുപോലെ ഇരിക്കുന്നു. ഇത്ര നോക്കിയാൽ മതി. റിട്രോ എന്ന വാക്കിൻ്റെ മീനിങ് എന്താ? പഴയത്. സോ പഴയ കാര്യങ്ങളിൽ ആപ്ലിക്കബിൾ ആകുന്നതിനെയാണ് നമ്മൾ റിട്രോസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. പ്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാലോ ഇനിയുള്ള കാര്യങ്ങൾ.
സോ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. എന്താ CRPC ഏത് നിയമമാണ്? പ്രൊസീജിയറൽ ലോ. അപ്പോൾ നമ്മൾ രണ്ട് ഡെഫിനിഷൻ പഠിച്ചു. സബ്സ്റ്റാൻറ്റീവ് ലോ എന്താണെന്നും പ്രൊസീജിയറൽ ലോ എന്താണ്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്താ? CRPCക്ക് എന്ത് എഫക്റ്റേ ഉള്ളൂ? പ്രോസ്പെക്റ്റീവ് എഫക്റ്റേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നോക്കി എന്താണ് റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് എന്നും എന്താണ് പ്രോസ്പെക്റ്റീവ് എഫക്റ്റ് എന്നും. ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം എന്താണ്, ക്രിമിനൽ നിയമം എന്താണെന്ന് പഠിച്ചു. ഓക്കെ, ഒരു കുറ്റത്തിനെ പറ്റിയും അതിൻ്റെ ശിക്ഷയെ പറ്റിയും IPC പറയുന്നുണ്ട്. ആ കുറ്റം ചെയ്ത കുറ്റവാളിക്ക് എങ്ങനെ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണമെന്ന് CRPC പ്രൊസീജിയർ പറയുന്നുണ്ട്. ഇനി ആരാണ് ഈ ശിക്ഷ കൊടുക്കേണ്ടത്? കോടതികൾ, ക്രിമിനൽ കോടതികൾ. അവിടെയാണ് ക്രിമിനൽ കോടതികളുടെ ഇമ്പോർട്ടൻസ്, അവരുടെ പ്രാധാന്യം വരുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം. ആ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൻ്റെ ഹൈറാർക്കി നമുക്കൊന്ന് നോക്കാം, അല്ലെങ്കിൽ അവരുടെ ഒരു ഓർഡർ. അതിനാണ് നമ്മൾ ഹൈറാർക്കി എന്ന് പറയുന്നത്. ഓർഡർ എന്താ? താഴേന്ന് മുകളിലോട്ടും മുകളിലോട്ടും താഴോട്ടും ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ് ക്രിമിനൽ കോടതികൾ പ്രവർത്തിക്കുന്നത്, അവരുടെ റാങ്ക്, ഇൻസിഗ്നിയ എന്നൊക്കെ, ഇതെല്ലാം നിയമ വാക്കുകളാണ്. റാങ്ക്, ഇൻസിഗ്നിയ, ഓർഡർ. അപ്പോൾ ഞാനിങ്ങനെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരുപാട് എനിക്കാകുന്ന വിധം ഒരുപാട് വാക്കുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ നോക്കാം. ആ വാക്കുകൾ നിങ്ങൾ മാക്സിമം മനസ്സിൽ ഫീഡ് ചെയ്ത് വെക്കുക. ഇല്ലെങ്കിൽ ഒരു മസിൽ മെമ്മറി വർക്ക് ചെയ്യും. ഒബ്വിയസ്ലി ഒരു മസിൽ മെമ്മറി വർക്ക് ചെയ്യും. നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് ആ വാക്ക് കുറച്ചുകൂടെ ഫെമിലിയറൈസ്ഡ് ആവും. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫൗണ്ടേഷനായിട്ട് ഇനി മനസ്സിലാക്കേണ്ടത് ഹൈറാർക്കി ഓഫ് ക്രിമിനൽ കോഡ്സ് ഇൻ ഇന്ത്യ. ഓക്കെ, താഴെ തുടങ്ങാം. ഏറ്റവും താഴെ തട്ടിലുള്ള ഒരു ക്രിമിനൽ കോടതി എന്താ? മജിസ്ട്രേറ്റ് കോടതി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മജിസ്ട്രേറ്റ് കോടതി, മാജിസ്ട്രേറ്റ് കോർട്സ്. ഈ മജിസ്ട്രേറ്റ് കോടതികൾ രണ്ട് തരമുണ്ട്. കോടതി പോയിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. ചിലടത്ത് എഴുതി വെച്ചിരിക്കും ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോർട്ട്. സെക്കൻഡ് ക്ലാസ് നിങ്ങൾ കണ്ടിട്ടാവാൻ വഴിയില്ല. കാരണം കേരളത്തിൽ സെക്കൻഡ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതികൾ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ആര് കണ്ടിട്ടുണ്ടാവാൻ വഴിയില്ല. അവിടെ എല്ലാം നിങ്ങൾ കണ്ടിട്ടുള്ളിടത്ത് എല്ലായിടത്തും എഴുതി വെച്ചിരിക്കുന്നത് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എന്നായിരിക്കും. ഓബിയസ്ലി മനസ്സിലൊരു ക്വസ്റ്റ്യൻ വരും, സെക്കൻഡ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. മജിസ്ട്രേറ്റ് കോടതികൾ രണ്ട് വിധമുണ്ട്. ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റും സെക്കൻഡ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റും. ഈ ഹൈറാർക്കിയിൽ ഏറ്റവും താഴെത്തട്ടിലുള്ളതാണ് സെക്കൻഡ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി. സെക്കൻഡ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ തൊട്ടു മുകളിലുള്ള റാങ്കാണ് ഇത് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി. തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ സെക്കൻഡ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതികൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. കേരളത്തിൻ്റെ ലീഗൽ സിസ്റ്റം അനുസരിച്ച് അങ്ങനെയുള്ള ഒഫൻസുകൾ നമുക്കില്ലാത്തതുകൊണ്ടും നമ്മുടെ ഗവൺമെൻറ് അങ്ങനെയുള്ള കോടതികൾ എസ്റ്റാബ്ലിഷ് ചെയ്യാത്തതുകൊണ്ടും കേരള സംസ്ഥാനത്തിലെ ഏറ്റവും താഴ്ന്ന അല്ലെങ്കിൽ ഏറ്റവും കുറവ് റാങ്കുള്ള ക്രിമിനൽ കോടതി ഏതാണ്? താഴെത്തട്ടിലുള്ള ക്രിമിനൽ കോടതി ഏതാണ്? മാജിസ്ട്രേറ്റ് കോർട്ട്. അത് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ്. ബാക്കിയുള്ള പരീക്ഷകളിൽ നമ്മൾ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ആസ് എ ഹോൾ ഇന്ത്യ നോക്കുന്ന സമയത്ത് സെക്കൻഡ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്, അതിന് മുകളിൽ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്. ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുകളിൽ ഉള്ളത് എന്താ? അസിസ്റ്റൻറ്റ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്. എന്താ? അസിസ്റ്റൻറ്റ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്. അതിനെ നമ്മൾ ACJM എന്ന് പറയും. അസിസ്റ്റൻറ്റ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്. അസിസ്റ്റൻറ്റ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് തൊട്ടു മുകളിലുള്ളതാണ് ചീഫ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ്. എന്താണ്? ചീഫ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ്. അതിനെ നമ്മൾ CJM എന്ന് പറയും. അപ്പോൾ ഇത്ര ഒന്നുകൂടെ നോക്കാം. ഏറ്റവും താഴെ നിന്ന് പോകുന്ന സമയത്ത് സെക്കൻഡ് ക്ലാസ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ്, ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ്, അസിസ്റ്റൻറ്റ് ചീഫ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ്, ചീഫ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ്. 4 കോടതികളായി. ഇനി ചീഫ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കഴിഞ്ഞിട്ട് എന്താ വരുന്നത്? ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കഴിഞ്ഞ് വരുന്ന അടുത്ത കോടതിയുടെ പേരാണ് അസിസ്റ്റൻറ്റ് സെഷൻസ് കോർട്ട്. സെക്ഷൻ അല്ല, SECTION, സെക്ഷൻ അല്ല, സെഷൻസ്, SESSIONS. ചിലരെങ്കിലും സെക്ഷൻസ് എന്ന് പറയും. സെഷൻസ് കോടതിയല്ല, സെഷൻസ് കോർട്ടാണ്. അപ്പോൾ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കഴിഞ്ഞ് അതിന് തൊട്ട് മുകളിൽ വരുന്ന കോടതിയാണ് എന്ത്? അസിസ്റ്റൻറ്റ് സെഷൻസ് കോർട്ട്. അസിസ്റ്റൻറ്റ് സെഷൻസ് കോർട്ടിന് മുകളിൽ വരുന്ന കോടതിയാണ് സെഷൻസ് കോർട്ട്. എന്താ? സെഷൻസ് കോർട്ട്. താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ സെക്കൻഡ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോർട്ട്,
ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോർട്ട്, അസിസ്റ്റൻ്റ് ചീഫ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ്. ഞാൻ പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞു നോക്കുക അല്ലെങ്കിൽ എഴുതി നോക്കുക. ഒന്ന് റിവൈസ് ചെയ്യുമ്പോൾ ഇത് ഓക്കെ വരും. അസിസ്റ്റൻ്റ് ചീഫ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റിന് മുകളിലുള്ള കോടതി ഏതാ? ചീഫ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോർട്ട്. അതിന് മുകളിൽ വരുന്നത് എന്താ? അസിസ്റ്റൻ്റ് സെഷൻസ് കോർട്ട്. സെഷൻസിൻ്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക, SESSIONS. അസിസ്റ്റൻ്റ് സെഷൻസ് കോർട്ട്. അസിസ്റ്റൻ്റ് സെഷൻസ് കോടതിക്ക് മുകളിൽ സെഷൻസ് കോർട്ട്. എന്താ? സെഷൻസ് കോർട്ട്. സെഷൻസ് കോർട്ട് കഴിഞ്ഞിട്ട് ഹൈക്കോർട്ട്, സുപ്രീം കോർട്ട്. ഇത്രയേ ഉള്ളൂ. ഇനി മുകളിൽ നിന്ന് താഴോട്ട് വരികയാണെങ്കിലോ, ദി അപ്പെക്സ് കോർട്ട്, പരമോന്നത നീതിപീഠം എന്ന് പറയുന്നത് എന്താ? സുപ്രീം കോർട്ട്. സുപ്രീം കോർട്ടിന് തൊട്ട് താഴെ ഹൈക്കോർട്ട്. ഹൈക്കോർട്ടിന് തൊട്ട് താഴെ എന്താ വരുന്നത്? സെഷൻസ് കോർട്ട്. സെഷൻസ് കോർട്ടിന് തൊട്ട് താഴെ അസിസ്റ്റൻ്റ് സെഷൻസ് കോർട്ട്. അതിന് തൊട്ട് താഴെ ചീഫ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ്. അതിന് തൊട്ട് താഴെ അസിസ്റ്റൻ്റ് ചീഫ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ്. അതിന് തൊട്ട് താഴെ എന്താ വരുന്നത്? ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ്. ഏറ്റവും ലാസ്റ്റ് സെക്കൻഡ് ക്ലാസ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ്. ഇതാണ് എന്ത്? നമ്മുടെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ക്രിമിനൽ കോഡ്സിൻ്റെ ഹൈറാർക്കി. ഓക്കെ, ക്രിമിനൽ കോഡ്സിൻ്റെ ഹൈറാർക്കി. ഇനി ഗസറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ഗസറ്റ്, ഒഫീഷ്യൽ ഗസറ്റ്. അതായത് നമ്മുടെ ഗവൺമെൻറ് നമ്മൾ എല്ലാവർക്കും മനസ്സിലാകാനായിട്ട് പബ്ലിഷ് ചെയ്യുന്ന ഒഫീഷ്യൽ റെക്കോർഡ് ബുക്കിനെയാണ് നമ്മൾ ഗസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ് ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് നമ്മുടെ ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഉണ്ടല്ലോ, ഇന്ത്യ ആസ് എ ഹോൾ നോക്കുമ്പോൾ ചില സ്റ്റേറ്റുകളെ മെട്രോപൊളിറ്റൻ സിറ്റീസായിട്ട് പ്രഖ്യാപിക്കും. സ്റ്റേറ്റിനുള്ളിലുള്ള ചില പ്രദേശങ്ങളെ മെട്രോപൊളിറ്റൻ സിറ്റീസായിട്ട് പ്രഖ്യാപിക്കും. അങ്ങനെയുള്ള മെട്രോപൊളിറ്റൻ സിറ്റീസിൽ നമ്മൾ ഈ പറഞ്ഞ കോടതികളുടെ പേരിൽ ഒരു ഇത്തിരി വ്യത്യാസം വരും. അവരുടെ പവേഴ്സ് എല്ലാം സെയിം ആയിരിക്കും, അവരുടെ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷനും സെയിം ആയിരിക്കും, പക്ഷേ അവരുടെ പേരിൽ മാത്രം ചെറിയൊരു വ്യത്യാസം വരും. അത് എവിടെ നിന്നാണ് തുടങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഉണ്ടല്ലോ, നമ്മുടെ സാധാരണ കോടതികളിലെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു കോർട്ട്, ആ കോർട്ടിനെ നമ്മൾ മെട്രോപൊളിറ്റൻ ഏരിയാസിൽ വരുമ്പോൾ പറയുന്ന പേരാണ് ചീഫ് മെട്രോപൊളിറ്റൻ മാജിസ്ട്രേറ്റ്. അത്രയുള്ള വ്യത്യാസം. ചീഫ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞ കോടതി മെട്രോപൊളിറ്റൻ ഏരിയാസ്. എന്താ മെട്രോപൊളിറ്റൻ ഏരിയാസ്? ഗവൺമെൻറ് ഗസറ്റിൽ ചില സ്ഥലങ്ങളെ മെട്രോപൊളിറ്റൻ ഏരിയാസ് ആയിട്ട് പ്രഖ്യാപിക്കും. ഡെവലപ്ഡ് സിറ്റീസ് ആയിരിക്കും. അവിടെ ചീഫ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതി അറിയപ്പെടുന്ന പേര് എന്തായിരിക്കും? ചീഫ് മെട്രോപൊളിറ്റൻ മാജിസ്ട്രേറ്റ്. ആൻഡ് മജിസ്ട്രേറ്റ് കോടതികൾ അവിടെ അറിയപ്പെടുന്ന പേരെന്താ? മെട്രോപൊളിറ്റൻ മാജിസ്ട്രേറ്റ്സ് എന്നും അറിയപ്പെടും. അപ്പോൾ നമ്മൾ ഈ ഹൈറാർക്കി നോക്കുന്ന സമയത്ത് ഈ രണ്ട് കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കുക. എന്താ? മെട്രോപൊളിറ്റൻ ഏരിയാസിൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനെ അറിയപ്പെടുന്ന പേരെന്താ? ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് എന്നും മജിസ്ട്രേറ്റ് കോടതികളെ അറിയപ്പെടുന്ന പേരെന്താ? മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ്സ് എന്നും. ഇപ്പോൾ ഹൈറാർക്കി നമുക്ക് ഒന്നുകൂടെ നോക്കാം. താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ സെക്കൻഡ് ക്ലാസ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോർട്ട്, ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോർട്ട്, ചീഫ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോർട്ട്. മെട്രോപൊളിറ്റൻ ഏരിയസിലാവുമ്പോൾ മെട്രോപൊളിറ്റൻ കോർട്ട്സ്, ചീഫ് മെട്രോപൊളിറ്റൻ കോർട്ട്സ്. അതിന് തൊട്ടുമേളിൽ അസിസ്റ്റൻ്റ് ചീഫ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ്, ചീഫ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ്. അതിന് തൊട്ടുമേളിൽ അസിസ്റ്റൻ്റ് സെഷൻസ് കോർട്ട്. അത് കഴിഞ്ഞ് സെഷൻസ് കോർട്ട്. പിന്നെ വരുന്ന എന്താ? ഹൈക്കോർട്ട് ആൻഡ് സുപ്രീം കോർട്ട്. ഇതാണ് എന്ത്? നമ്മുടെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിലെ ഹൈറാർക്കി ഓഫ് ക്രിമിനൽ കോർട്ട്സ്. ഇതും എന്താണ്? ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള നോളജാണ്. ഇത് നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. ഇനി എന്തിനാണ് ഈ കോടതികൾ ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചിരിക്കുന്നത്? എന്താ വലിയ കോടതി ചെറിയ കോടതി അങ്ങനെയൊന്നുമില്ല. അതെന്താന്ന് പറഞ്ഞാൽ അവർ എക്സസൈസ് ചെയ്യുന്ന പവറാണ്. ഒരു കോടതിക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ഓഫ് പണിഷ്മെൻറ്റ്, അല്ലെങ്കിൽ ഒരു കോടതിക്കുള്ള മാക്സിമം ഓഫ് ജൂറിസ്ഡിക്ഷൻ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, തിരുവനന്തപുരത്തുള്ളൊരു മജിസ്ട്രേറ്റ് കോടതിക്ക് തിരുവനന്തപുരത്ത് ഉള്ളിലുള്ള ഒരു ജൂറിസ്ഡിക്ഷൻ മാത്രമേ കാണൂ, അല്ലെങ്കിൽ ആ മജിസ്ട്രേറ്റ് കോടതിക്ക് കൺഫർ ചെയ്തിരിക്കുന്ന മൊത്തം ജില്ലയിൽ പോലും ഇല്ല. ഓക്കെ, തിരുവനന്തപുരത്ത് ഒരു മജിസ്ട്രേറ്റ് കോടതിക്ക് ആ മജിസ്ട്രേറ്റ് കോടതിയിൽ ഏൽപ്പിച്ചിട്ടുള്ള ഒരു പ്രത്യേക ഏരിയയിൽ ഉള്ള കേസുകൾ എടുക്കാനായിട്ടുള്ള ജൂറിസ്ഡിക്ഷനേ ഉള്ളൂ. സുപ്രീം കോടതിക്ക് അങ്ങനെയാണ്? അല്ല. അപ്പോൾ ഈ കോടതികൾ വ്യത്യാസം വരുന്നത് എന്താ? ജൂറിസ്ഡിക്ഷൻ. അതൊരു ഇമ്പോർട്ടൻ്റ് വ്യത്യാസമാണ്. അവർക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം പണിഷ്മെൻറ്റ്, അതൊരു ഇമ്പോർട്ടൻ്റ് വ്യത്യാസമാണ്. അവർ എക്സസൈസ് ചെയ്യുന്ന ഫങ്ഷൻ, അതൊരു ഇമ്പോർട്ടൻ്റ് വ്യത്യാസമാണ്. അപ്പോൾ
അപ്പോൾ ഇതൊക്കെ വച്ചിട്ടാണ് കോടതികളെ നമ്മൾ ഇങ്ങനെ സെപ്പറേറ്റായി അല്ലെങ്കിൽ പല കോടതികളായി തിരിച്ചു വച്ചിരിക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് CRPC പഠിക്കുമ്പോൾ CRPC അനുസരിച്ച് ഓരോ കോടതികൾക്കും കൊടുക്കാൻ പറ്റുന്ന മാക്സിമം പണിഷ്മെൻറ്റ്സ് എന്താണെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കി വയ്ക്കണം. ഓക്കെ.